കഞ്ചേരി മുതൽ ഇടപ്പള്ളി വരെ രണ്ടിടത്ത് ടോൾ നൽകിയാണ് യാത്രക്കാർ പതിവായി ദേശീയപാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത്. എന്നാൽ 7ഇടത്ത് മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിനാൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കിടക്കേണ്ട സ്ഥിതിയും അവിടെ തുടരുകയാണ്. ഈ ദുരിതയാത്രയ്ക്ക് ടോളും കൂടി നൽകേണ്ടി വരുന്ന യാത്രക്കാർ ആ പ്രതിസന്ധിയുടെ ആഴം വളരെ വലുതാണ്. ആ വിഷയം അഡ്രസ് ചെയ്യുകയാണ് മാതൃഭൂമി ന്യൂസ്. യാത്രക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. അവരുടെ വാക്കുകളിലേക്കാണ് ആദ്യം. ടോളിന്റെ കരാർ അനുസരിച്ച് നമ്മൾ ആ റോഡ് ഉപയോഗിക്കുമ്പോഴാണ് ടോൾ കൊടുക്കുന്നത്. ഇപ്പോഴെന്താ അവസ്ഥ എന്ന് വെച്ചാൽ പല റോഡുകളും ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അതായത് സ്റ്റേറ്റ് ഹൈവേയിലും മറ്റേ പഞ്ചായത്ത് റോഡിലൂടെയാണ് ഗതാഗതം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ദേശീയപാതയുടെ ബഹുഭൂരിപക്ഷം നമ്മൾ ഉപയോഗിക്കാതെയാണ് പോകുന്നത്, യാത്രക്കാർ പോകുന്നത്. ഇപ്പോൾ ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകൾ പണിയുമ്പോൾ ഈ ഗതാഗത കുരുക്കും ഈ ഗതാഗതമായുള്ള ഈ ബ്ലോക്കുകളും ഈ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും ഈ ടോള് ടൈം ബീയിങ് നിർത്തിവെക്കാം. ഏത് റോഡ് ദേശീയപാത പണിയുമ്പോൾ നിലവിലുള്ള ഗതാഗതം തടസ്സമില്ലാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം കരാറിലും സ്റ്റേറ്റ് സപ്പോർട്ടിംഗ് എഗ്രിമെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കൃത്യമായ മാനദണ്ഡം. ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി നടന്നത് യാതൊരുവിധ മുന്നൊരുക്കമില്ലാതെയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ സർവീസ് റോഡുകൾ മര്യാദയ്ക്ക് ടാർ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സർവീസ് റോഡുകൾ മെക്കാഡം ടാർ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ ഗതാഗത കുരുക്ക് വരുന്നില്ല. നമുക്കൊരു സേവനം തരുമ്പോൾ 150 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 90 രൂപ കൊടുത്ത് ഒരു ടോളിൻ്റെ സേവനം തരുമ്പോൾ ആ സേവനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ കരാർ കമ്പനി നമ്മളോട് ചെയ്യുന്ന ചതിയും വഞ്ചനയുമാണ്. നമുക്ക് കൺസ്യൂമറിൽ കേസ്